രാവിലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എളുപ്പമൊക്കെ. ഇന്നാൾ ചെത്തി അരച്ച് തെങ്ങിൻ്റെ കടയിലൊക്കെ കൂട്ടിയതാണ്. ഇപ്പൊക്കെ പുല്ല് വന്നു, ഭയങ്കര പുല്ല്. ഇനിയും പുല്ല് വരും, മഴ നിൽക്കണം, പിന്നെ തിരി തുടങ്ങണം. തിരി തുടങ്ങുമ്പോൾ പുല്ല് കുറയും. ഇനി പുല്ലൊക്കെ പറിച്ച് എടുക്കണം. നായെ രാമനെ കൊണ്ടുപോവുകയാണ്. വളപ്പിൽ മുഴുവൻ, പറമ്പ് മുഴുവൻ ചുറ്റിക്കറങ്ങും. കുറേ പൂച്ചകളുണ്ട്. ഇതായിരിക്കണമെന്ന് പ്ലാസ്റ്റിക് കത്തിച്ചേക്കണം. പ്ലാസ്റ്റിക് കത്തിച്ചതല്ല, ഈ കുട്ടികളുടെതൊക്കെ കത്തിച്ചേക്കണം. കുട്ടികൾ ഉണ്ടോ? പൂച്ചേനെ ഓടിച്ചാൽ അവന് വയ്യ, 13 വയസ്സായി. എന്നാലും ഒരിടം എന്നാലും നടക്കാൻ പറ്റുള്ളൂ. വളപ്പിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും, പിന്നാലെ പോകണം. അവിടെ അല്ലെങ്കിൽ ആൾ നടക്കില്ല, അവിടെ നോക്കി നിൽക്കും. മൂത്രമൊഴിക്കും, വളപ്പ് മുഴുവൻ നടന്ന് മൂത്രമൊഴിക്കുക, ചുമണക്ക് കണ്ട് 4 നേരം വീണ്ടും. രാമ പോവുകയാണ്. തെങ്ങിൻ്റെ കടക്കിലൊക്കെ അവരൊന്ന് കൂട്ടിയിട്ടുണ്ട്. റമുട്ടുകളും പുല്ലും. രാമന് കയറ് കഴുത്തിൽ വേണം, എന്നാലാണ് രാമൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. കയറ് കഴുത്തിലിടുക, അപ്പം ഇങ്ങനെ നടക്കും. അപ്പം നമ്മളെ കൊണ്ടടിച്ച് നടക്കുന്നുള്ളത് തോന്നൽ വരിക, അല്ലെങ്കിൽ എവിടേക്കും പോവില്ല. അവിടെ നിന്നാൽ പിന്നെ നിൽക്കും. കുറച്ച് പച്ചക്കറി ശരിയില്ലത്തോടെ പച്ചക്കറി. മഴ പൊടിയപ്പോൾ പച്ചക്കറി ശരിയല്ല. ഇനി ഇതൊക്കെ ചമ്മലും ഇതൊക്കെ കത്തിക്കണം. തോർച്ച വേണം. മൂത്രമൊഴിക്കുക 5-6 മൂത്രം ഉണ്ടാവും. അഞ്ചാറ് തവണ മൂത്രം ഒഴിക്കാം. കുറേശ്ശല്ലേ ഒഴിക്കുള്ളൂ. രാത്രിയിലത്തെ മുഴുവൻ മൂത്രം ഇങ്ങനെ ഒഴിച്ച് പോണതല്ലേ. പുല്ലൊക്കെ കുറേ പോയിട്ടുണ്ട്. പുല്ലൊക്കെ കുറേ പോയി, വീശി എടുത്തുണ്ട്. കണ്ണുവാനും ചെടികളാണ്. പിന്നെ ഇവിടെ വെളുപ്പം നിറച്ച് ചെടികൾ. ഇവരൊക്കെ പോകുന്ന കുഴിച്ചുമ്പോൾ ഓരോന്ന് പൊഴിച്ചു വരും. പിന്നെ മാവും തൈ വെച്ചിട്ടുണ്ട് നല്ല തരം, പക്ഷെ പിടിക്കണ്ടേ. ഒരു വരിങ്ങ അടിപൊളി തയ്യാണ്, പക്ഷേ ഒറ്റ മേളയൊക്കെ വളപ്പിൽ നിറഞ്ഞിട്ട് കാൽമുട്ട് വേദനയുണ്ട്. വലിയ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും പട്ടൊക്കെ ഒതുക്കിയാണോ.
ഇപ്പോൾ രാമൻ്റെ അത് കഴിഞ്ഞിട്ടില്ല, 1 മണിക്കൂർ പിടിക്കും. രാമ ഇങ്ങനെ നടന്ന് ഉണ്ട് മൂത്രം ഒഴിക്കണം. അടുത്ത 5-ാമത്തെ ഈ മൂത്രം. ഇങ്ങനെ നടക്കുക എല്ലാ മൂലകളും എന്നിട്ട് ഒന്ന് കുളിപ്പിക്കും. അവന് 13 വയസ്സായി. 13 നടക്കാനൊന്നും വയ്യാതെ തോന്നുന്നു. ഡോക്ടർ പറഞ്ഞേക്കുന്നത് 10 വയസ്സായി. ഇതൊരു നായ്ക്കളൊക്കെ എന്താ ഒരു ഭാഗ്യം. പക്ഷെ നോട്ടത്തിൻ്റെ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഉണ്ട് ആൾക്ക് മുഴുവൻ നടക്കാൻ ഇപ്പോൾ മുഴുവൻ എത്തണില്ല. എന്നാലും നടന്നോട്ടെ, നേരം വിളിച്ചുമ്പോഴല്ല നടക്കുന്നത് നല്ലതല്ല. കുറച്ച് പുല്ലുണ്ട്, ഇത് പറിക്കാൻ ബാക്കി. ചക്ക ഉണ്ടല്ലേ, ഇതെടുക്കും. ഒന്നും ആർക്കും വേണ്ട ചക്ക. പോയും ചക്ക തെങ്ങിൻ്റെ കടത്തിലാണ്. ഇനി അവിടെ കിടന്ന് മുളയ്ക്കൊന്നുമില്ല, ഇത് ചെയ്യും. മുരിങ്ങ വാഴക്കൊല വലിയ കാര്യമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അവനവൻ്റെ ആവശ്യത്തിന് ഉള്ള വാഴകളൊക്കെ ഉണ്ട്. കൊള്ള തുടങ്ങിയിട്ടുണ്ട്. ആകുമ്പോൾ പുല്ല് തിന്നെ എന്തോ കയറുവേദന ഉണ്ട്. പുല്ല് തന്നെ വയ്ക്കരുത്, പുല്ല് തന്ന് ഛർദ്ദിക്കും. പേടിച്ചെഴുകും. മോഹൻദൈവമുള്ള പുതിയ തരം ശരിയാണല്ലോ. ഇതെങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ടേ ആരും ഒരു മാമ്പി ഒരു 2 മാങ്ങ ഉണ്ടായത്. അതിൽ പുതിയ തരം 2 മാങ്ങ ഉണ്ടായതാ. അവൻ പുല്ല് തന്നെ. വാഴ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതിലത്തെ കൊല ഒന്ന് വെട്ടി. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവിടെ 2 കൊല, ഇതിലൊരു കൊല കാണണം. ഇതൊക്കെ മാങ്ങ എടുത്തിട്ട് ഉപ്പേരി വയ്ക്കുന്നുണ്ട്. ഈ പ്ലാവിൻ്റെ ഇടയിലുണ്ട്. വലിയ ഗുണം വരണില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കുള്ള നാളികേരം, മാങ്ങ, ചക്ക ഒന്നും കൊടുക്കില്ല. നാളികേരം കൊടുക്കില്ല, മാങ്ങയും കൊടുക്കില്ല, ചക്കയും കൊടുക്കില്ല. അത് കാരണം ഇവിടുന്ന് കൊടുക്കാറില്ല, വിൽപ്പനയ്ക്കില്ല. നമ്മൾ രാമ പുല്ല് തന്നെ കാണാൻ. വാടാ, പുല്ല് വയറുവേദന ഉണ്ടാവും. ഇന്നലെ ഒന്നധികം ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ പുല്ല് തിന്നുമ്പോൾ ഒന്നും മഴയായിരുന്നു. അതുവരെ ജലദോഷം മാറിയിട്ടില്ല, മഴ കൊണ്ടിട്ട്. ആണ് ഞങ്ങൾ പാമ്പുംകാവ് കെട്ടി വെച്ച വലിയൊരു മരം തന്നെ. ഒന്ന് മുത്തച്ഛൻ വെച്ചേക്കുന്ന മരം പൊടിഞ്ഞു.
കുറ്റി കുറ്റിയായിട്ട് നിൽക്കുക. വലിയൊരു പൂള ഉണ്ടായിരുന്നു. ആ പൂള വീണ്ടും പോയി. ആ പൂള അന്ന് 10,000 രൂപയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ അതൊക്കെ വീണ് പോയി. ഇങ്ങനത്തെ പൂളായിരുന്നു, വലിയ പൂള. അപ്പോൾ നമുക്ക് ഒരു മരം നിൽക്കാതെ പാടില്ല. അപ്പോൾ അത് ഇവിടെ വീണ് ദ്രവിച്ചു പോകും. ഇത് കണ്ടില്ല, അത് ദ്രവിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ കുരുമുളക്, നാടൻ കുരുമുളക് ഒക്കെ ഉണ്ടായി വന്നാൽ ഇഷ്ടംപോലെ കുരുമുളക്. ഇത് കഴിഞ്ഞു. ഈ ആമൂന് നടക്കാൻ അവിടെ ഒരു പുതിയ തരം ഇതിലടുത്തതെല്ലാം നട്ട് വാങ്ങിയിട്ടുണ്ടാവുന്നുണ്ട്. ഉണ്ടായ ഭാഗ്യം. ഇപ്പോൾ രാമിനെ തിരിച്ച് കൊണ്ടുപോകണം. ശരി, ഓക്കെ.